കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയാൻ പോകുന്നത്, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ധാരാളം പണം കളയാറുണ്ടല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ അമ്മമാരുടെ ഫോൺ ഉറപ്പായിട്ടും കുട്ടികളും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ ഗാർഡ്, അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ എന്തെങ്കിലും രീതിയിൽ ക്യാഷ് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് നമ്മുടെ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത്. എപ്പോഴും മൊബൈൽ ഫോൺ നന്നായിട്ട് സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഫോൺ സ്ക്രീൻ സംരക്ഷിക്കാനായിട്ട് ടെമ്പേർഡ് ഗ്ലാസ് അല്ലെങ്കിൽ സ്ക്രീൻ ഗാർഡ് നിർബന്ധമായും ഒട്ടിക്കണം. അതായത് കുട്ടികളുടെ കയ്യിൽ നിന്നാണെങ്കിലും അബദ്ധത്തിലൊന്ന് നിലത്ത് വീണാൽ പോലും പൊട്ടിപ്പോകാതിരിക്കാൻ തക്ക ഗുണമേന്മയുള്ള കവർ തന്നെ ഉപയോഗിക്കണം. ഹൈബ്രിഡ് കേസസ് ആണ് ഏറ്റവും നല്ലത്. നമ്മുടെ മൊബൈലിൽ വളരെ എളുപ്പത്തിൽ നെറ്റ് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ വളരെ കുറഞ്ഞ എമൗണ്ടിലൊക്കെ നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം അത് എടുക്കുക. കാരണം വീട്ടിൽ ചിലപ്പോൾ 1-2 അംഗങ്ങളൊക്കെയാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ കണക്ഷനിൽ കൂടെ തന്നെ നെറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല, 2-ലേറെ അംഗങ്ങളും അവരെല്ലാം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുമാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു വൈഫൈ കണക്ഷനോ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡോ ആയിരിക്കും ഏറ്റവും ലാഭം. പിന്നെ കുട്ടികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. മൊബൈലിൽ ഓൺലൈൻ ഗെയിം കളിക്കാനും യൂട്യൂബ് വീഡിയോസ് കാണാനും ഒക്കെ നല്ല രീതിയിൽ ഡേറ്റ ചെലവാകും. അപ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തിനും മൊബൈൽ ഫോണിന്റെ അമിതോപയോഗം ദോഷമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ അതിന്റെ ഒരു ടൈം കൺട്രോൾ ചെയ്യേണ്ടത് വളരെയധികം നല്ലതാണ്. എപ്പോഴും 2 സിം കാർഡുകൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്ത് ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു നല്ലൊരു പ്ലാനൊക്കെ തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കും. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ കമ്പനി നൽകുന്ന, അതായത് നമ്മളിത് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചാർജർ തന്നെ ഉപയോഗിക്കുക. മറ്റ് ചാർജർ ഉപയോഗിച്ചാൽ ബാറ്ററി കേടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വോൾട്ടേജിൽ വ്യത്യാസമുള്ള സമയത്ത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, മൊബൈൽ ഫോൺ ചാർജ് ചെയ്തത് കൊണ്ട് സംസാരിക്കാതെ അത് യൂസ് ചെയ്യാതെ ഇരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടിപ്സ് പറയാൻ കാരണം നമ്മുടെ കൂടെയുണ്ട് ഞാൻ സഖിയുടെ ശ്രോതാക്കൾ, നമ്മുടെ വീട്ടമ്മമാരും എല്ലാം അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും. അപ്പോൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖി ഇവിടെ തീരുകയാണ്. വീണ്ടും പുതിയൊരു കൂടെയുണ്ട് ഞാൻ സഖിയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.